ജീരകഞ്ഞി വെച്ചേട്ടെ വേറൊന്നും ഉണ്ടാക്കണില്ല ചേട്ടാ. ആ പോയി ഉണ്ടാക്കിയിട്ട് വരാട്ടെ പൊന്നെ. ടാറ്റ പറയ്. ആ നല്ല കുട്ടിയായിട്ട് കിടന്നോട്ടാ. ഓക്കെ. ആ ആശാളി മേടിച്ചടാ ദാദിമ. എന്നിട്ട് ആദ്യമേക്ക് സന്തോഷ ജീരകഞ്ഞിട്ടാ. കുഴപ്പമില്ല. കുഴപ്പമില്ല. അടി വേണ മീൻ അവിടെ നിന്ന് എടുത്ത് തിന്ന. ഈ മീനെങ്ങാനും നീ തൊട്ട അടി. ആ നിന്റെ മൂടിയാ. ആ മിക്സിയുടെയാ. ഞങ്ങളുടെ മിക്സി കേടായിട്ടാ. നന്നിമ്മയുടെ മിക്സി കൊണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. നന്നിമ്മയുടെ മിക്സിയും വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് പോകണം. പഴയ മിക്സിയാ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സംഭവങ്ങളൊക്കെ ചെറുതാക്കി ചെയ്യണുള്ളൂ. ഇല്ലേ മാൾക്കുട്ടി? ഇന്നലെ തരിക്കഞ്ഞി ആരും കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കിയതാ. കാബേജ് തോരനല്ലേ വാങ്ങിയത്? നമുക്ക് അരയ്ക്കാം. ലൈറ്റായിട്ട് പോട്ടെ. ഇന്നലത്തെ ഉരുളൻകിഴങ്ങിൻ്റെ ബാക്കി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ബജ്ജി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ പഴം കട്ട്ലേറ്റ് കുറച്ച് ബാക്കി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും മുന്തിരി ഞങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ജ്യൂസ് അടിക്കണം. പിന്നെ അതെ ഒരു മാളുടെ കാര്യം ഇപ്പൊ ദേ മച്ചാൻ എത്തിയല്ലോ. വനമാല പൊന്നെ. ഓ അതിന്റെ സോഡ കണ്ണ. ആ ഇതാണ് വലിയ വലിയ വിമ്മ്. ഇതാണ് അല്ലേ? നീ എന്തെങ്കിലും കറക്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അബു. നോക്കി ഞാൻ എത്ര തവണ പറഞ്ഞത്. ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല. എന്ത് നോമ്പ് ഓർക്കണ നേരത്താ? പാപ്പു സൈലന്റ് എന്ന് മണിക്കുട്ടൻ അവിടെ കടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഫുഡ് കഴിക്കുന്ന ആള് പണിയ മണിക്കുട്ടനാണ് അല്ലെ മണിക്കുട്ടാ? ഇവര് ചേട്ടനീനെ എപ്പോഴും ഭയങ്കര സ്നേഹമാണ് കേട്ടാ. അല്ലേ? അണ്ണൻ തമ്പി പാസം ഭയങ്കര പാസാണ്. വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ എൻ്റെ പാപ്പുമോൻ്റെ കുക്കർ എടുത്തിട്ട് വന്നതാട്ടാ. കുക്കറിൻ്റെ ആ പിടി അങ്ങോട്ട് വിട്ടു. അല്ലാ അവൻ്റെ ഒക്കെ ഇതുകൊണ്ട് എന്താ പറയുക, ആരും കൈയൊന്നും പൊള്ളിയില്ല. അങ്ങനെ കഞ്ഞി പകുതി പോയി, ഫ്ലോപ്പായി പോയി. കഞ്ഞിക്കുള്ള ചമ്മന്തിയും റെഡിയായി. ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.